Hi guys, welcome back to my channel. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹായ്, എൻ്റെ പേര് അഞ്ജു. യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിലെ മറ്റു വീഡിയോസ് എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ദി അതർ വീഡിയോസ് ഇൻ ദിസ് ചാനൽ, പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ബിക്കോസ് യൂട്യൂബ് അനലിറ്റിക്സ് ഷോസ് മീ ദാറ്റ് എൻ്റെ വീഡിയോസ് കാണുന്നതിൽ 80% ആൾക്കാരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, മിനിമലിസ്റ്റിൻ്റെ സെപ്പികാം ഓട്ട് മോയ്സ്ചറൈസർ. സോ ആസ് യൂഷ്വൽ ഫസ്റ്റ് നമുക്ക് പ്രൈസ് നോക്കാം. ദിസ് റീറ്റെയിൽസ് ഫോർ 349 rupees, that is 350 rupees for 50 ml of product. ആൻഡ് ഇതിൻ്റെ pH എന്ന് പറയുന്നത് 5.0 to 6.0 ആണ്. ദാറ്റ് ഇസ് ക്ലോസ് ടു അവർ സ്കിൻസ് pH. ദാറ്റ് ഈസ് വെരി ഗുഡ്. നെക്സ്റ്റ് ഇതിൻ്റെ പാക്കേജിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ടബ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ടബ് പാക്കേജിങ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടബാണ്. ദാറ്റ് ഇസ് അത്യാവശ്യം ഹ്യൂജ് ടബാണ്. ഓക്കെ, അപ്പം കുറേ നാൾ നിൽക്കും. 3 to 4 months എങ്ങനെയും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടബ് പാക്കേജിങ്ങിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് പ്ലാസ്റ്റിക് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് റീസൈക്കിളബിൾ. സോ യാ, സ്റ്റിൽ പ്ലാസ്റ്റിക് ഇസ് പ്ലാസ്റ്റിക് അല്ലേ. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ്, ടബ് പാക്കേജിങ്ങിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈച്ച് ടൈം പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലപ്പം ബാക്ടീരിയാസ് ഗ്രോത്തിന് ഒരു കാരണമാവാം. സോ അതൊരു കൺസേൺ തന്നെയാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പാച്ചുല അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഹാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലീൻ ഹാൻഡ്സ് വെച്ചിട്ട് മാത്രം ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കുക. അടുത്തത് ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഓഫ് കോഴ്സ് ഇതിലുള്ളത് അക്വ ആണ്, വാട്ടർ. സോ ദിസ് ഇസ് വാട്ടർ ബേസ്ഡ്. ഒരു മോയ്സ്ചറൈസറിൽ മെയിനായിട്ട് വേണ്ട 3 സംഭവങ്ങളാണ് ഹ്യൂമക്റ്റൻസ്, ഇമോലിയൻസ് ആൻഡ് ഒക്ലൂസീവ്സ്. സോ ഹ്യൂമക്റ്റൻസ് ആർ സംതിങ് ദാറ്റ് ബൂസ്റ്റ് അവർ സ്കിൻസ് ഹൈഡ്രേഷൻ ആൻഡ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമക്റ്റൻസ്. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിലുള്ള 2 മേജർ ഹ്യൂമക്റ്റൻസ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആൻഡ് പാന്തനോൾ ആണ്. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസറിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇമോലിയൻസ്. സോ ഇമോലിയൻസ് ആർ സംതിങ് ദാറ്റ് മോയ്സ്ചറൈസസ് അവർ സ്കിൻ. നമ്മുടെ സ്കിന്നിന് മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്ത് ഇച്ചിനെസ്സും ഫ്ലേക്കിനെസ്സും ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കാം ഡൗൺ ചെയ്യുന്ന ഒന്നാണ് ഇമോലിയൻസ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിലുള്ള മെയിൻ ഇമോലിയൻറ്റ് എന്ന് പറയുന്നത് ഓട്ടാണ്. ഓട്സ് ഇൻ ദി ഫോം ഓഫ് ഓട്ട് കേർണൽ എക്സ്ട്രാക്ട് ആൻഡ് കൊളോയിഡൽ ഓട്സ്. കൂടാതെ ഇതിൽ സ്ക്വാലീനും അവൈലബിൾ ആണ്. സോ ഓൾ ദീസ് ആർ സംതിങ് ദാറ്റ് മോയ്സ്ചറൈസസ് അവർ സ്കിന്നിനെ സപ്പിൾ ആൻഡ് സ്മൂത്ത് ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒക്ലൂസീവ്. സോ ഒക്ലൂസീവ്സ് ഇസ് സംതിങ് ദാറ്റ് പ്രിവെൻറ്റ്സ് ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ്. ദാറ്റ് ഈസ് നമ്മുടെ സ്കിന്നിൽ നിന്നുള്ള ലോസ് ഓഫ് വാട്ടർ പ്രിവെൻറ്റ് ചെയ്ത് മോയ്സ്ചർ ഹോൾഡ് ചെയ്ത് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഒക്ലൂസീവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിൽ മെയിൻ ആയിട്ടുള്ള ഒക്ലൂസീവ് ഇസ് ഷിയ ബട്ടർ. ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടാതെ ഇതിലൊരു മെയിൻ ഹ്യൂമക്റ്റൻ്റ് ഒരു സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് സോഡിയം പോളിഗ്ലൂട്ടാമേറ്റ്. I think I'm pronouncing it right. അവർ പറയുന്നത് ദിസ് പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് ഹോൾഡ്സ് 4 times more water than hyaluronic acid എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സൂപ്പർ ഹൈഡ്രേഷൻ ഫോർ അവർ സ്കിൻ. ഇതിൽ വേറെയും കുറേ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ലൈക്ക് വിറ്റമിൻ ഇ, ആർജിനിനൈൻ. നെക്സ്റ്റ് നമ്മുടെ സ്റ്റാർ, ദാറ്റ് ഈസ് ഇവർ തന്നെ ഹൈലൈറ്റ് ചെയ്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒന്ന് സെപ്പികാം 3%. സോ വാട്ട് ഈസ് ദിസ് സെപ്പികാം 3%? So Sepicam is something that combines amino acids and minerals to soothe our skin. That is irritation നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ കാം ചെയ്യുന്ന ഒന്നാണ് സെപ്പികാം എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ പുറത്ത് പോകുമ്പം ചിലവർ ഒരുമാതിരി റെഡ് ആവുമല്ലോ, ലൈക്ക് ഡ്യൂ ടു ദി UVA ആൻഡ് UVB റേസ് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ടാവും. സോ അത്തരത്തിലുള്ള സൺ ഡാമേജിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ കാം ഡൗൺ ചെയ്യുന്ന ഒന്നാണ് സെപ്പികാം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ടെക്സ്ചറിലോട്ട് കിടക്കാം. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് നല്ലൊരു അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ജെല്ലല്ല, ഒരു ജെൽ ഫീൽ ഉള്ള ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ ആണ്. ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്ട്സ് ടെക്സ്ചർ. ഓക്കെ, പക്ഷേ ഐ ഹാവ് സീൻ എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദിസ് വൺസ് ടെക്സ്ചർ. ഞാൻ വാങ്ങിച്ചപ്പം എങ്ങനെ ആയിരുന്നോ അതുപോലല്ല ഇപ്പം ഇതിൻ്റെ ടെക്സ്ചർ. ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കയ്യിൽ സ്പ്രെഡ് ഓൺ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷെ നമ്മളത് സ്കൂപ്പ് ഔട്ട് ചെയ്ത് എടുക്കുമ്പം അതിന് ചെറിയൊരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറിൽ ചെറിയൊരു മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് പ്രോഡക്റ്റ് ഫോർ 2 months നൗ, ലൈക്ക് മോർ ദാൻ 2 months.
സോ ആ ഒരു ചെറിയ ചേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് മേജർ തിങ്, ചെറിയൊരു ചേഞ്ച്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിലോട്ട് കടക്കാം. അപ്ലിക്കേഷൻ വരികയാണെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് സ്കിൻ കെയർ റിജീമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇതിന് മുന്നേ മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ചെക്ക് ഇറ്റ് ഔട്ട്, ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റും വേറെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ വാഷ് യുവർ ഫേസ്, യൂസ് ദിസ് മോയ്സ്ചറൈസർ, ഡൺ. ഓക്കെ, സീറം യൂസ് ചെയ്യുന്നവരാണ്, ടോണർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോണർ സീറംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ പ്രൊഡക്റ്റ് വെച്ച് ടോപ്പ് അപ്പ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. മോർണിംഗ് റൂട്ടീനിൽ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൺസ്ക്രീനിന് മുന്നേ ആണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇതൊരു സിമ്പിൾ മോയ്സ്ചറൈസറാണ്. ഇതിൽ ഒരു ആക്റ്റീവ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് പ്രൊഡക്ട്സിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഇസ് വിച്ച് എവർ ആക്റ്റീവ് യു ആർ യൂസിങ്, AHA, BHA or anything, you can definitely use this product with that product. So this is a plain basic moisturizer to calm your skin, hydrate your skin, moisturize your skin. That's it. ഇനി ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊക്കെ ഏജിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ഏജിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രം ടീനേജേഴ്സ് ടു ഓൾഡ് ഏജ്. നല്ല വയസ്സായവർക്കും യൂസ് ചെയ്യാം, ടീനേജേഴ്സിനും യൂസ് ചെയ്യാം. എനി ഏജ് യു ക്യാൻ യൂസ് ദിസ് പ്രോഡക്റ്റ്, നോ പ്രോബ്ലം. ഇനി ഞാനൊരു മേജർ വിഷയത്തിലോട്ട് കടക്കാം. വിച്ച് സ്കിൻ ടൈപ്പ് ക്യാൻ ഗോ വിത്ത് ദിസ് പ്രോഡക്റ്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദി മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് പ്രോഡക്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്സ് ക്യാൻ ഗോ വിത്ത് ദിസ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. I am not disagreeing with that particular statement, പക്ഷേ I have my own thoughts on this. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്കിൻ ചൂടാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി ഓയിലി സ്കിൻ. അതേ സമയത്ത് മഴയൊക്കെ പെയ്ത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ഓയിലി ആയിരിക്കില്ല, ഒരു നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരിക്കും. AC ഒക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ പുറത്ത് എവിടെയെങ്കിലും നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിലും എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ടാണ് ബിഹേവ് ചെയ്യുക. സോ മൈ സ്കിൻ ഇസ് സംതിങ് ദാറ്റ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി വിത്ത് ഈച്ച് വെദർ കണ്ടീഷൻ, ഐ വുഡ് സേ. സോ ഐ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദിസ്. സമ്മർ ടൈമിൽ രാവിലെ സമയത്ത് ഐ ജസ്റ്റ് യൂസ് എ ടൈനി ബിറ്റ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മൈ സ്കിൻ. ബിക്കോസ് അപ്പം എൻ്റെ സ്കിൻ ഓയിലി ആയിരിക്കും. ഇനി മഴയൊക്കെ പെയ്ത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെന്നാണെങ്കിൽ എൻ്റെ സ്കിൻ കുറച്ചൊരു നോർമൽ സ്കിൻ ആയിരിക്കും. സോ എനിക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ഒരു എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടക്കാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ AC ഇടുന്ന ദിവസമാണെങ്കിൽ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു ലെയർ പോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ബിക്കോസ് ആ ഒരു സമയത്ത് എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആവുന്ന ടൈമിൽ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്താൽ എനിക്ക് മതിയാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സ്കിന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AC ഇടുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. സോ മൈ പോയിന്റ് ഹിയർ ഈസ്, ഭയങ്കര എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ I don't think this will suit you because this doesn't have any sort of mattifying effect and all. I don't think this will suit you. പക്ഷേ അത്യാവശ്യം ഓയിലി സ്കിൻ ആണെന്നുള്ളവർക്ക് യു ക്യാൻ ഗിവ് ദിസ് എ ഷോട്ട്. പക്ഷെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ദി കീ ഹിയർ. എൻ്റെ കസിൻ, ഷീ ഈസ് ഹാവിങ് വെരി ഓയിലി സ്കിൻ ബട്ട് ഷീ എൻജോയ്സ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറിയ എമൗണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് കണ്ണു അടച്ച് ഇത് വാങ്ങിക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ യു നീഡ് ടു അപ്ലൈ മോർ ഓഫ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് യു ക്യാൻ മേക്ക് ദിസ് വർക്ക് ഔട്ട്. ഇനി ലാസ്റ്റ് കാറ്റഗറി, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ യു നീഡ് ടു അപ്ലൈ ദിസ് മോയ്സ്ചറൈസർ ആൻഡ് അതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഫിനിഷ് ഓഫ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾ ഫേഷ്യൽ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദിസ്. നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡ് ആവുന്നൊരു സ്കിന്നാണ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നൊരു സ്കിന്നാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബിക്കോസ് നല്ലൊരു calming product. Lastly, coming to my personal experience with this particular product,
ഐ ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. യൂഷ്വലി എൻ്റെ സ്കിന്നിന് ചേരുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാവുന്നൊരു മോയ്സ്ചറൈസർ ഫൈൻഡ് ചെയ്യാനാണ് ഏറ്റവും പാട്. So I think I really like this product and I might repurchase this product too. Summer time il idan vendittu maybe I will go with some other product. I need to experiment with moisturizers and find that one perfect moisturizer for oily skin. I'm waiting for that. So കുറച്ചൊരു തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്ത ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം ചൂടുള്ള സമയമാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോലെ ഉണ്ടാവും നമ്മുടെ മുഖത്ത്, വേർത്തത് പോലെയൊക്കെ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ കൊണ്ട് ഒപ്പിക്കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുകയോ ചെയ്താൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ പെർഫെക്റ്റ്, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. പക്ഷെ ആ ഒരു പ്രശ്നം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറെ പല മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒപ്പിക്കളഞ്ഞാൽ ആ ഒരു പ്രശ്നം പോവും. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് എ മേജർ ഇഷ്യൂ വിത്ത് ദിസ്. മേ ബി ഇറ്റ്സ് ജസ്റ്റ് മൈ സ്കിൻ, ഓക്കെ, ബട്ട് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വെറും ഒരു മോയ്സ്ചറൈസർ ആയിട്ട് മാത്രം ഇതിനെ കാണാം. ഡോണ്ട് എക്സ്പെക്ട് എനി മിറക്കിൾസ് ഫ്രം ദിസ് പ്രോഡക്റ്റ്. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. നിങ്ങളുടെ സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് സ്കിന്ന് കാം സൂതൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഫെയർനെസ്സോ പിമ്പിൾ റിഡക്ഷനോ അല്ലെങ്കിൽ ആക്നെ മാർക്സിലെ റിഡക്ഷനോ ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ജസ്റ്റ് മോയ്സ്ചറൈസേഷൻ, ഹൈഡ്രേഷൻ ആൻഡ് കാമിങ് അവർ സ്കിൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ വേറെയും കുറേ മിനിമലിസ്റ്റ് പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, ഡു വാച്ച് ഇറ്റ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.